തിരക്ക് കൂടിയതിനാൽ ചെറിയ കാലതാമസം വന്നാലും ശബരിമലയിൽ എത്തുന്ന എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുക എന്നാണ് ലക്ഷ്യമെന്ന് ADGP എസ് ശ്രീജിത്ത് ജനം ടിവിയോട്. 18ാം പടിയിൽ ഉൾപ്പെടെ പരിചയസമ്പന്നതയുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണയുണ്ടായ ഭക്തജനങ്ങളുടെ പരാതികൾ പരിഹരിച്ച് മുന്നോട്ട് പോകും. വിവിധ ബാച്ചുകളിലായി തിരിച്ച് തിരക്ക് നിയന്ത്രിക്കും. ഭക്തർക്ക് വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കുമെന്നും ADGP എസ് ശ്രീജിത്ത് IPS അറിയിച്ചു. പോലീസ് ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് പൂർണ്ണമായ ബന്ദോബസ്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം 14,000-ഓളം പോലീസുകാരെ ഈ മണ്ഡല മകരവിളക്ക് സീസണിൽ നമ്മളിവിടെ ജോലിക്ക് വിനിയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ സാധാരണയിൽ കവിഞ്ഞ് നമ്മൾ ഈ ഡ്യൂട്ടി പോയിന്റ്സ് കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു ആപ്പ് തന്നെ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് പോലീസുകാർക്ക് ഒരു കൺഫ്യൂഷനും വരാത്ത രീതിയിലാണ് എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പമ്പയിൽ പരിമിതമായ പാർക്കിങ്ങും കൂടെ അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മളടുത്ത് ഒരു പ്രിഫറൻസ് ഈ എന്താ പറയുക, പ്രായമുള്ളവർക്കും കുട്ടികൾക്കും ഒക്കെ വരുന്ന വാഹനങ്ങളും സെൽഫ് ഡ്രിവൺ വെഹിക്കിൾസിനും കൊടുക്കണം എന്നാണ് ഹൈക്കോടതി. പരിമിതമായ പാർക്കിംഗ് മാത്രമേ നമുക്ക് പമ്പയിലുള്ളൂ. അപ്പോൾ എല്ലാവരും അതിന് ശാഠ്യം പിടിക്കാതെ കഴിവതും ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം സംവിധാനം ഒരുക്കേണ്ടത്. എല്ലാവർക്കും പരമാവധി സുഖദർശനം സാധ്യമാക്കാൻ വരുന്ന ഒരാൾ പോലും ദർശനം കിട്ടാതെ മടങ്ങരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് പൂർണ്ണമായ സഹകരണം മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. സർക്കാർ പൂർണ്ണമായി അതിന് പ്രതിബദ്ധമാണ്.